തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ രണ്ടു മക്കൾക്കൊപ്പം തനിച്ച് താമസിച്ചിരുന്ന വീട്ടമ്മ. കുട്ടികളെ പഠിപ്പിച്ച് നല്ല നിലയിൽ വളർത്തണമെന്ന ചെറിയ സ്വപ്നങ്ങൾ മാത്രമേ അവർക്കുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ കുടുംബം പോറ്റാൻ പല ജോലികളും ചെയ്തു. അതിനിടെയാണ് ഒരു ബേക്കറി തുടങ്ങാനുള്ള വായ്പ ആവശ്യത്തിനായി നഗരസഭാ കൗൺസിലറായ ജോസ് ഫ്രാങ്ക്ലിനെ കാണുന്നത്. അയാൾ വീട്ടമ്മയ്ക്ക് എല്ലാ സഹായവും വാഗ്ദാനം നൽകി. വായ്പ തരപ്പെടുത്തി തരാമെന്ന് പറഞ്ഞ് അവരെ ലൈംഗികമായി പോലും ചൂഷണം ചെയ്തു. താൻ ചതിക്കപ്പെടുകയാണെന്ന് മനസ്സിലായതോടെയാണ് സുനിതകുമാരി ജീവനൊടുക്കിയത്. വീട്ടമ്മ തീ കൊളുത്തി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കൗൺസിലർക്കെതിരെ പോലീസ് കേസെടുത്തു. ജോസ് ഫ്രാങ്ക്ലിനെതിരെ ലൈംഗിക അതിക്രമ കുറ്റവും ചുമത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ബുധനാഴ്ചയായിരുന്നു നെയ്യാറ്റിൻകര മുട്ടക്കാട് സ്വദേശി സുനിതകുമാരിയെ വീടിനുള്ളിൽ പൊള്ളലേറ്റ നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു. തുടക്കത്തിൽ ഗ്യാസിൽ നിന്ന് തീ പടർന്നുണ്ടായ അപകടമെന്നായിരുന്നു കരുതിയത്. എന്നാൽ ഫോറൻസിക് സംഘവും പോലീസും സംഭവം നടന്ന വീട്ടിൽ പരിശോധന നടത്തിയതോടെയാണ് മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തിയതാണെന്ന് കണ്ടെത്തിയത്. ഈ സമയം വീട്ടിൽ നിന്ന് കിട്ടിയ ആത്മഹത്യാക്കുറിപ്പ് നിർണായകമായി. സ്ഥലത്തെ കോൺഗ്രസ് നേതാവും നഗരസഭാ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ ജോസ് ഫ്രാങ്ക്ലിൻ തന്നെ ശാരീരികമായി ചൂഷണം ചെയ്തിരുന്നുവെന്ന് ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നു. ആത്മഹത്യാ പ്രേരണാ കുറ്റം, ലൈംഗിക ചൂഷണം, വഞ്ചനാ കുറ്റം തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് ജോസിനെതിരെ കേസെടുത്തിരിക്കുന്നത്. ഒളിവിൽ പോയ ജോസ് ഫ്രാങ്ക്ലിന് വേണ്ടി അന്വേഷണം ആരംഭിച്ചതായി നെയ്യാറ്റിൻകര പോലീസ് പറഞ്ഞു. ഭർത്താവ് മരിച്ചതിനെ തുടർന്ന് രണ്ടു മക്കളും സുനിതയും മാത്രമായിരുന്നു വീട്ടിൽ താമസം. 3 മാസം മുമ്പ് വീടിന് സമീപത്തായി ഒരു ബേക്കറിയും ഇവർ തുടങ്ങിയിരുന്നു. ന്യൂസ് 18 നെയ്യാറ്റിൻകര.